യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മുഖത്ത് ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മകനെ, ഇതാണ് ഏദൻ തോട്ടം. ഇത് നിന്റേതാണ്. നീ ഈ തോട്ടത്തിൽ വേല ചെയ്യുകയും അതിനെ കാക്കുകയും വേണം. ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം. എന്നാൽ ഈ വൃക്ഷം കണ്ടോ, ഇതാണ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ഈ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ നിശ്ചയമായും മരിക്കും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. മകനെ, ഇതാണ് നിന്റെ തുണ. ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ്. ഇതെല്ലാം നമ്മുടേതാണ്. ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നമുക്ക് തിന്നാം. എന്നാൽ ഈ വൃക്ഷം, അതിൻ്റെ മാത്രം ഫലം നമ്മൾ തിന്നരുത്. സ്ത്രീയെ, സ്ത്രീയെ, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലവും തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. മനുഷ്യ, നീ എവിടെ? മനുഷ്യ, നീ എവിടെ? തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? എന്നോട് കൂടെ നീ ഇരുപ്പാൻ തന്നിട്ടുള്ള ഈ സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. പിതാവേ, നീ ചെയ്തതെന്ത്? പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് മഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തിൽ നിന്നും നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും.
നിങ്ങളെ ഞാൻ ഈ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു. ഇറങ്ങി പോകൂ ഇവിടെ നിന്ന്. നോഹയും അവനോട് കൂടെ ഉള്ളതൊക്കെയും പെട്ടകത്തിൽ പ്രവേശിച്ചു. യഹോവ വാതിലടച്ചു. മനുഷ്യനും മൃഗങ്ങളും ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അങ്ങനെ നോഹയും അവനോട് കൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരെ അത്യന്തം വർദ്ധിപ്പിച്ചു. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക. അതെ, അത് നല്ലതാണ്. നമുക്ക് വേഗത്തിൽ ഒരു പട്ടണം പണിയാം, ഒരു വലിയ കെട്ടിടവും പണിത് നമ്മുടെ പേരും സ്ഥാപിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ദേശം ഇവിടെ കെട്ടിപ്പടുക്കാം. ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊക്കെ അവർക്ക് അസാധ്യമാകയില്ല. വരുവിൻ, നാം ഇറങ്ങി ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കിക്കളകാം. എന്തുവാ ഇവൻ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരെന്താ ഈ പറയുന്നത്? നമുക്ക് ഇവരെ വിട്ടേച്ചു പോകാം. ഇവർ ഈ പറയുന്ന ഭാഷ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളഞ്ഞു. അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ എവിടെ നിന്നും ഭൂതലത്തിലെങ്ങും വിവിധ രാജ്യങ്ങളിലായി ചിഹ്നിച്ചു കളഞ്ഞു. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിർവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചതുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക. നിന്റെ സന്തതി ഇങ്ങനെയാകും. അടുത്ത ദിവസത്തിലെ ഒരു പുതിയ പ്രഭാതം. നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? യജമാനനെ, നമ്മൾ ഇരുവരും വൃദ്ധരായിരിക്കുന്നു. യഹോവ നമുക്ക് നൽകിയ ഈ സമ്പത്തിന് എനിക്കൊരു അവകാശമില്ലല്ലോ. നീ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ സംശയിക്കുന്നുവോ സാറേ? അവൻ സർവശക്തിയുള്ള ദൈവം. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. ഈ വയസ്സ് എന്ന് ഞാൻ ഇനി പ്രസവിക്കുമെന്നോ? യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ ഈ വഴി വന്നത്. നീ പറഞ്ഞതുപോലെയാകട്ടെ. സാറേ, നീ ക്ഷണത്തിൽ കുറച്ച് മാവെടുത്ത് കുഴച്ചപ്പം ഉണ്ടാക്ക്. ഞാൻ വേഗത്തിൽ ഒരു കാളക്കുട്ടിയെയും പാകം ചെയ്ത്
ആ യജമാനന്മാരെ നമുക്ക് പോഷിപ്പിക്കാം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും. വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞത് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? കുഞ്ഞിന്റെ കാര്യം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തതുപോലെ അവന്റെ സന്തതി അത്യന്തം വർദ്ധിച്ചു പെരുകി. ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യർക്ക് അടിമകളായി. കഷ്ടത നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ട് ദൈവം മോശെ മുഖാന്തരം ഇസ്രായേലിയരെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. മോശെ, മോശെ, അടിയനിതാ. ഇങ്ങോട്ട് അടുക്കരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളക. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. നീ എൻ്റെ ജനമായി ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവേ, ഞാൻ വാക്സാമർത്ഥ്യമിൽ ഇല്ലാത്തവനാകുന്നു. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. ഞാൻ നിന്റെ വായോട്, നിന്റെ സഹോദരനായ അഹരോന്റെ വായോട് കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിങ്ങളിവിടെ ഇരിക്കും. ഞാൻ സീനായി പർവ്വതത്തിൽ ദൈവത്തിന്റെ അടുക്കൽ പോയി വരാം. നിങ്ങൾ എഴുന്നേറ്റ്, മോശെ, അങ്ങ് എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള പൊന്നാഭരണങ്ങൾ കൊണ്ടുവരുവിൻ. ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രൈം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവം. നിങ്ങൾ ഇവനെ ആരാധിപ്പീൻ. ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം. Like subliminal and like all mixed feelings and shit. Like, it's weird, man. ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തി അവർ നിന്നോട് എന്ത് ചെയ്തു? യജമാനൻ കോപിക്കരുതേ. ഈ ജനം നിന്നെ കാണാത്തത് കൊണ്ട് ദൈവത്തെ വേണമെന്ന് എന്നോട് അപേക്ഷിച്ചു. ഞാനത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. നിങ്ങൾ ഓരോരുത്തൻ താൻ തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും കൂട്ടുകാരനെയും കൊന്നുകളയുവിൻ. ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ഓർത്തുകൊള്ളുവിൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ ഒരുവനെ അയക്കും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലം കായ്പിൻ. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിന്നാൽ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യം. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കോ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. നീ ദൈവത്തിന്റെ പുത്രൻ തന്നെയെങ്കിൽ താഴോട്ട് ചാടാൻ നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കൈകൾ താങ്ങിക്കൊള്ളും. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഒന്നിനെ നമസ്കരിച്ചാൽ ഇതൊക്കെയും ഈ ലോകം മുഴുവനും ഞാൻ നിനക്ക് തരാം. സാത്താനെ, എന്നെ വിട്ടു പോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചിട്ടല്ലാതെ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടല്ലാതെ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ പുതുജീവനായി പുതിയ വ്യക്തിത്വമായി മാറണം. ഇത് എങ്ങനെ സംഭവിക്കും? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. നാഴികയടുത്തു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. റബ്ബേ, വന്ദനം. യൂദായെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്? വാളുറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എൻ്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? നിങ്ങൾക്ക് സമാധാനം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്
സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്താളും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിപ്പിൻ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും.